സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ട്രാക്സ് എടപ്പാൾ കലോത്സവവേദിയിൽ നടത്തിയ സൗജന്യ കുടിവെള്ള വിതരണം നന്മയുടെ ഉറവായി. കോക്കൂർ AHM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് 4 ദിവസങ്ങളായി നടന്ന എടപ്പാൾ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവ വേദിയിൽ നന്മയുടെ സ്റ്റാൾ ഒരുക്കിയാണ് വേനൽ ചൂടിന് തണുപ്പേകി ദ റോയൽ അലുമിനി ഓഫ് കോക്കൂർ സ്കൂൾ ട്രാക്സ് കൂട്ടായ്മ വേറിട്ട പ്രവർത്തനം നടത്തിയത്. മൈതാനത്ത് ഒരുക്കിയ വലിയ പവനിൽ കലോത്സവ വേദിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും കുടിവെള്ളം, നാരങ്ങ വെള്ളം, സംഭാരം തുടങ്ങിയവ സൗജന്യമായാണ് ട്രാക്സ് കൂട്ടായ്മ അംഗങ്ങൾ വിതരണം നടത്തിയത്. ഇത് കനത്ത ചൂടിൽ നിന്ന് ആശ്വാസമായി. നാട്ടിൽ നിന്ന് അകലെ പ്രവാസ ജീവിതത്തിന്റെ തിക്കലും തിരക്കിലും പ്രവർത്തിക്കുന്ന കോക്കൂർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ട്രാക്സ് അവരുടെ 10ാം വാർഷികത്തിന് നിറവിലാണ്. 2026 ഏപ്രിൽ 5 നടക്കുന്ന മെഗാ ഇവന്റിന്റെ ഭാഗമായാണ് സേവന പ്രവർത്തനം സംഘടിപ്പിച്ചത്. കനത്ത ചൂടിൽ നിന്ന് ആശ്വാസമായി എല്ലാവർക്കും സൗജന്യ കുടിവെള്ളം വിതരണം നൽകുന്നവരുടെ പ്രവർത്തനം കലോത്സവ വേദിയെയും നന്മയുടെയും മനുഷ്യസ്നേഹവും നിറഞ്ഞ പ്രവർത്തനമാണെന്ന് കലോത്സവ പ്രേമികൾ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി മോരുവെള്ളം അതേപോലെ തന്നെ നാരങ്ങളും പ്രവാസ ലോകത്ത് കോക്കൂർ സ്കൂളിന്റെ 1000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഹൃദയം ഇന്നും കോക്കൂറിന്റെ മണ്ണിലാണ്. ട്രാക്സ് എന്ന പേരിൽ UAE പ്രസിഡന്റ് MV റസാഖ്, ജനറൽ സെക്രട്ടറി മഹറൂഫ്, ട്രഷറർ റഫീഖ് കറവാങ്കുന്ന് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 21-അംഗ കമ്മിറ്റിയാണ് മണലാരണ്യത്തിൽ നിന്ന് സ്കൂളിന്റെ വളർച്ചയ്ക്ക് നന്മയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിനകം കൂട്ടായ്മയിലെ അംഗങ്ങളിലെ രോഗികൾക്ക് ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, സ്കൂളിനായി കിണർ നിർമ്മാണം, സ്കൂൾ കവാടം, ക്ലാസ് മുറികൾ, ടൈൽ വിരിക്കൽ, ശുചിമുറി പുനർനിർമ്മാണം, ഷീറ്റ് മേയൽ, അധ്യാപകർക്ക് ആദരവ് തുടങ്ങിയ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവർ മാതൃകയാണ്. ക്ലബ്ബുകൾ എല്ലാ കൂട്ടായ്മയുടെയും ഒരു കൂടിച്ചേരലാണ് ഈ സബ്ജില്ലാ കലോത്സവം. എടപ്പാൾ ഉപജില്ലാ കലോത്സവം കോക്കൂരാണ് നടക്കുന്നത് കൂടി ഞങ്ങളെ ഈ ആലങ്കോടിൻ്റെ വിവിധങ്ങളായ മേഖലയിലെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൂടി നിർത്തി ഈ പരിപാടി നല്ലൊരു ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇതേവരെ എല്ലാ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. 4 ദിവസങ്ങളിലായി 20,000-ലധികം പേർ സ്റ്റാൾ സന്ദർശിച്ചു. മൈതാനത്തെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് ഷാനവാസ് വട്ടത്തൂർ, സെക്രട്ടറി സുകുമാരൻ കോക്കൂർ, ജോയിന്റ് സെക്രട്ടറി യാസിർ കോഴിക്കര, ട്രഷറർ റഷീദ് വളയംകുളം, ആബിദ് വളയംകുളം എന്നിവരാണ് നേതൃത്വം നൽകിയത്. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ മുന്നേറുന്ന ട്രാക്സ് കോക്കൂർ സ്കൂളിന്റെ അഭിമാനവും സമൂഹത്തിന്റെ നന്മയുടെ പ്രതീകവുമായി. സബ് ജില്ലാ കലോത്സവം, ഈ വർഷത്തെ കലോത്സവം HM GHS കോക്കൂരിൽ നടക്കുന്നത്. ഇതിൻ്റെ ഈ 4 ദിവസത്തെ ഇവിടുത്തെ ആഘോഷ ദിനങ്ങളിൽ ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്കും അവരുടെ അമ്മമാർ, പേരൻസ്, കൂടെ വരുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ ശ്രവിക്കാൻ വരുന്ന ആളുകൾ എല്ലാവർക്കും കൃത്യമായിട്ട് അവർക്കുള്ള വെള്ളവും മറ്റും കൊടുത്തുകൊണ്ടാണ് ട്രാക്സിൻ്റെ ഈ നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു ടെൻ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ട്രാക്സ് എന്ന് പറഞ്ഞ സംഘടന കോക്കൂർ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ ഗൾഫിൽ പോയി അവിടെ ദുബായ് UAE ജോലി ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു 10,000-ലധികം അംഗങ്ങളുള്ള ഒറ്റ വലിയ സംഘടനയാണ് അവിടെ. അവർക്ക് കയ്യിൽ കൃത്യമായി 10 വർഷത്തോളമായിട്ട് അവിടെ പ്രവർത്തിച്ച് വരുന്ന സാമൂഹ്യ സേവന രംഗത്തും മറ്റ് ചാരിറ്റി മേഖലയൊക്കെ കൃത്യമായ അവരുടെ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടുവരുന്ന സംഘടനയാണ്. ഈ കോക്കൂർ മേഖലയിലും അതുപോലെ തന്നെ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ മക്കൾ, അവർക്കൊക്കെ എന്ത് പ്രയാസമെങ്കിലും അവരെ കൈ കോർത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹായിക്കുന്ന ഒരു മനസ്ഥിതി കൂടി ട്രാക്സിനുണ്ട്. അവരുടെയാണ് ഇപ്പോൾ ഈ ടെൻറ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ഇപ്പോൾ 3 ദിവസമായിട്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും വെള്ളം കൊടുക്കുകയും അതിൻ്റെ കൂടെ ഉപ്പ് കളിക്കുക, നാരങ്ങ വെള്ളവും, ഇപ്പോൾ ഇന്ന് മുതൽ നല്ല തണുത്ത സംഭാരം കൊടുക്കുന്നുണ്ട്. ഇന്നും നാളെ അതും ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് അത് ആശ്വാസമാണ്. ഈ പരിപാടി കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇത് കുടിച്ചുകൊണ്ട് വളരെ ആശ്വാസമാണ് അവർ പോകുന്നത്. എന്നാൽ ഇത്തരം ഒരു മഹത്തമായ പ്രവൃത്തി നടത്തുന്ന ഈ ട്രാക്സിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ കൂടെ നിൽക്കുന്നതൊക്കെ ട്രാക്സിൻ്റെ ആളുകളാണ്. ഇത് നമ്മളെ മീഡിയ വിങ്ങിൻ്റെ കൺവീനർ കൂടിയാണ്. അതെന്തായാലും എല്ലാവർക്കും ഈ ഒരു ഉദ്യമത്തിന് സഹായിക്കുന്നവർക്ക് സാധിക്കുന്നവർക്ക് നല്ലൊരു എന്താ പറയുക എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിന് മുതൽക്കൂട്ടാകുന്ന പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.